ഹായ് എവരിവൺ, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു സിമ്പിളായിട്ടുള്ള ഫ്രൂട്ട് സലാഡിൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ. എല്ലാവർക്കും ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള ഗോതമ്പ് നുറുക്ക് വെച്ചിട്ടുള്ള ഒരു ഫ്രൂട്ട് സലാഡാണിത്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഫ്രൂട്ട് സലാഡാണ്. അപ്പോൾ നമ്മൾ സാധാരണ ഫ്രൂട്ട് സലാഡൊക്കെ കഴിക്കുന്ന അതേ രുചിയിൽ തന്നെയാണ്. ഗോതമ്പ് നുറുക്കിൻ്റെ ടേസ്റ്റൊന്നും വരില്ല. അപ്പോൾ നമുക്ക് എങ്ങനെയാണിത് തയ്യാറാക്കുക എന്നുള്ളതൊന്ന് നോക്കാം. അപ്പോൾ ഇതിൻ്റെ കസ്റ്റാർഡ് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ 1/2 കപ്പ് ഗോതമ്പ് നുറുക്കാണ് എടുത്തിട്ടുള്ളത്. നമ്മുടെ റേഷൻ കടയിൽ നിന്നൊക്കെ കിട്ടുന്ന ഗോതമ്പ് നുറുക്കില്ലേ, ആ ഒരു ഗോതമ്പ് നുറുക്കാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത്. അത് ഞാനൊരു ബൗളിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഒരു 2-3 പ്രാവശ്യം കഴുകിയെടുക്കണം. അതിനുശേഷം നമുക്കിതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് കുതിരാനായിട്ട് 1 മണിക്കൂറെങ്കിലും ഒന്ന് മാറ്റി വെക്കുക. ഇനി നമുക്കിത് അടച്ചു വെച്ചിട്ട് മാറ്റി വെക്കാം. ഇപ്പോൾ ഇതാ നമ്മുടെ ഗോതമ്പ് നുറുക്ക് ഇവിടെ 1 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഞാനിത് വെള്ളം ഒഴിച്ച് വെച്ചിട്ട് ഇപ്പോൾ നന്നായിട്ട് ഇത് കുതിർന്ന് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ നന്നായിട്ട് കുതിർന്ന് വന്നാലേ ഉള്ളൂ കേട്ടോ ഇത് നന്നായിട്ട് അരഞ്ഞ് കിട്ടുള്ളൂ. അപ്പോൾ നന്നായിട്ട് തന്നെ ഒന്ന് കുതിർത്തിയെടുക്കുക. അപ്പോൾ 1 മണിക്കൂർ എന്നുള്ളത് കുറച്ച് കൂടിയാലും കുഴപ്പമൊന്നുമില്ല, പക്ഷേ അതിൽ കുറയരുത് കേട്ടോ. അപ്പോൾ ഗോതമ്പ് നുറുക്ക് അരഞ്ഞ് കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടാവും. ഇനി നമുക്ക് അരച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ മിക്സിയുടെ ജാറിലേക്ക് ഇത് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഈ ഒരു വെള്ളത്തിൽ തന്നെയാണ് കേട്ടോ ഞാനിത് അരച്ചെടുക്കുന്നത്. അപ്പോൾ വെള്ളം കൂടുതലുണ്ടെങ്കിൽ നമുക്ക് കളയാം, പാകത്തിന് വെള്ളത്തിൽ അരച്ചെടുത്താൽ മതി. അപ്പോൾ നമ്മളിത് നന്നായിട്ട് കഴുകി എടുത്തിട്ട് പിന്നെ നല്ല വെള്ളം ഒഴിച്ചു കൊടുത്തത് കൊണ്ട് ഈ ഒരു വെള്ളത്തോടെ തന്നെ ഞാനിതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. കുറച്ച് വെള്ളം നമുക്കിതിന്ന് ഒഴിവാക്കാം കേട്ടോ. ഒരുപാട് വെള്ളമായാലും ഇത് അരഞ്ഞ് കിട്ടാൻ ബുദ്ധിമുട്ടാവും. അപ്പോൾ ഈ ഗോതമ്പ് നുറുക്കിൻ്റെ ആ ഒരു ലെവലിലുള്ള വെള്ളം ആക്കി കൊടുത്താൽ മതി, എന്നാലേ ഇത് നന്നായിട്ട് അരഞ്ഞ് കിട്ടുള്ളൂ. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. എന്നിട്ട് നമുക്ക് ആദ്യം ഇതുപോലെ ഒരു അരിപ്പയിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് ഒന്ന് അരിച്ചെടുക്കാം. ഈ ഗോതമ്പ് നുറുക്കിലെ പാല് കംപ്ലീറ്റ് ആയിട്ട് പോരുന്ന വിധത്തിൽ അരിച്ചെടുക്കുക. അപ്പോൾ ഞാനിതിലേക്ക് അല്പം വെള്ളം കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമ്മൾ അരിച്ചെടുത്ത ആ ഒരു മിക്സിയിൽ തന്നെ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് അതും കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ ഇതിവിടെ നന്നായിട്ട് അരിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ ഇതാ പാലൊക്കെ പോന്നിട്ടുണ്ട്. ഇനി ചണ്ടി മാത്രമേ ഉള്ളൂ. ഇനി ഇതിൻ്റെ ആവശ്യമില്ല കേട്ടോ, നമുക്ക് ഇത് കളയാം. എന്നിട്ട് നമുക്ക് ഇതുപോലെ ഒരു ചായ അരിക്കുന്നൊക്കെ ചെറിയ അരിപ്പുണ്ടാവുമല്ലോ, അതിലും കൂടെ ഒന്ന് ഒഴിച്ചിട്ട് അരിച്ചെടുക്കാം. എന്നാലേ അതിലുള്ള കംപ്ലീറ്റ് തരികളൊക്കെ പോരുള്ളൂ. കാരണം നമ്മൾ വലിയ അരിപ്പയിലല്ല അരിച്ചെടുത്തത്, അപ്പോൾ ചെറുതായിട്ട് തരികളൊക്കെ ഉണ്ടാവും. അപ്പോൾ അത് ഒന്ന് പോന്ന് കിട്ടാൻ വേണ്ടിയിട്ട് ഇതിലും കൂടെ ഒന്ന് അരിച്ചെടുക്കാം. ഇനി ഇതിലേക്ക് നമുക്കൊരു 1.5 കപ്പ് പാൽ ഒഴിച്ചു കൊടുക്കാം. പിന്നെ ഇതിലേക്ക് 1/2 കപ്പ് പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ ഫ്ലെയിം ഓൺ ആക്കിയിട്ടില്ല കേട്ടോ. അപ്പോൾ ഫ്ലെയിം ഓൺ ആക്കി കഴിഞ്ഞാൽ പിന്നെ നമ്മളിത് കൈയെടുക്കാതെ ഇളക്കിക്കൊണ്ടിരിക്കണം, അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ ഇത് അടിയിൽ പിടിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ പഞ്ചസാരയും കൂടി ഇട്ട് കൊടുത്തിട്ട് നമുക്ക് സ്റ്റൗ കത്തിക്കാം. എന്നിട്ട് സ്റ്റൗവിൽ വെച്ചിട്ട് നമ്മളിത് കൈയെടുക്കാതെ ഇളക്കിക്കൊണ്ടിരിക്കണം. ഇപ്പോൾ ഈ ഒരു മിക്സ് ചെറുതായിട്ടൊന്ന് ചൂടായി വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതിലേക്ക് ഒരു 1/4 കപ്പ് പാൽപ്പൊടി കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി പാൽപ്പൊടി അല്ലെങ്കിൽ കണ്ടൻസ്ഡ് മിൽക്ക് ചേർത്ത് കൊടുത്താലും മതി. അപ്പോൾ കണ്ടൻസ്ഡ് മിൽക്ക് ചേർത്ത് കൊടുക്കുമ്പോൾ 1/2 കപ്പ് പഞ്ചസാര വേണ്ടി വരില്ല കേട്ടോ. അപ്പോൾ ഞാനിവിടെ കണ്ടൻസ്ഡ് മിൽക്കിന് പകരമാണ് പാൽപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അതുപോലെ പാൽപ്പൊടി ചേർത്ത് കൊടുക്കുമ്പോൾ ഇതുപോലെ ചൂടായതിന് ശേഷം വേണം കേട്ടോ അതിലേക്ക് ചേർത്ത് കൊടുക്കാൻ, അല്ലെങ്കിൽ കട്ടയായിട്ട് വരും. അപ്പോൾ ചൂടായി കഴിഞ്ഞാൽ ഇതിൽ പെട്ടെന്ന് തന്നെ അലിഞ്ഞ് ചേർന്നോളും. ഇനി കൈയെടുക്കാതെ ഇളക്കിയിട്ട് ഇതൊന്ന് കുറുക്കിയെടുക്കണം. ഇപ്പോൾ ഇതാ നമ്മൾ ഇളക്കി കൊടുത്തതാ ചെറുതായിട്ടൊന്ന് കട്ടിയായി വന്നിട്ടുണ്ട് കേട്ടോ. ഇനി ഒന്നും കൂടെ കുറുകിയതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കാം. ഇതിലേക്ക് നമുക്ക് ഒരു നല്ലൊരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ട് 1/2 ടീസ്പൂണ് വാനില എസൻസ് കൂടി ചേർത്ത് കൊടുത്തിട്ട് മിക്സ് ചെയ്തെടുക്കാം. പിന്നെ നമ്മുടെ കസ്റ്റാർഡിൻ്റെ ഒക്കെ യെല്ലോ കളർ കിട്ടാൻ വേണ്ടിയിട്ട് ഞാനിതിലേക്ക് ബദാമിൻ്റെ മിൽക്ക് മിക്സാണ് ഒഴിച്ചു കൊടുക്കുന്നത്. അതും ഒരു 2 ഡ്രോപ്പ് ഒഴിച്ചു കൊടുത്തിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു ഫ്ലേവറും പിന്നെ നമ്മുടെ കസ്റ്റാർഡിന് നല്ലൊരു മഞ്ഞ കളറും കിട്ടും. ഇപ്പോൾ അത്യാവശ്യം ഇത് തിക്കായി വന്നിട്ടുണ്ട് കേട്ടോ. ഇത്രയും മതി. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കാം. പിന്നെ തണുത്ത് കഴിഞ്ഞാൽ കുറച്ചും കൂടെ ഒന്ന് തിക്കായിട്ട് വരും. ഇനി ഇതൊന്ന് നന്നായിട്ട് ചൂടാറിയതിന് ശേഷം നമുക്ക് ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചെടുക്കണം. നന്നായിട്ട് തന്നെ ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചെടുക്കാം.
പിന്നെ ഇതിലേക്ക് വേണ്ട ഫ്രൂട്ട്സും ഞാനിതാ ഇതുപോലെ ചെറുതായിട്ടൊന്ന് മുറിച്ചതിന് ശേഷം കുറച്ച് പഞ്ചസാരയും കൂടെ കുടഞ്ഞിട്ട് ഫ്രിഡ്ജിൽ വെച്ചൊന്ന് തണുപ്പിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാനിവിടെ കുറച്ച് ഫ്രൂട്ട്സേ എടുത്തിട്ടുള്ളൂ. അപ്പോൾ നിങ്ങളുടെ കയ്യിലുള്ള ഫ്രൂട്ട്സൊക്കെ എടുക്കുക. ഇപ്പം നമ്മുടെ കസ്റ്റാർഡും ഇവിടെ നന്നായിട്ട് തണുപ്പിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ നന്നായിട്ട് തണുത്ത് വന്നപ്പോൾ ഇതാ ഇങ്ങനെ ആയിട്ടുണ്ട് കേട്ടോ. കുറച്ചൊന്ന് തിക്കായി വന്നിട്ടുണ്ട്. അത് കുഴപ്പമില്ല. ഇനി നമ്മളിത് മിക്സിയുടെ ജാറിലിട്ടിട്ട് ഒന്നങ്ങ് ബ്ലെൻഡ് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ ആ ഒരു കറക്റ്റ് പാകത്തിൽ നമുക്ക് കിട്ടും. അതാ ഇതുപോലെ ഞാനൊന്ന് അടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആ ഒരു കറക്റ്റ് കൺസിസ്റ്റൻസിയിൽ തന്നെ കിട്ടും. ഇനി നമുക്കിതൊരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഫ്രൂട്ട്സും കൂടെ ഇട്ട് കൊടുക്കാം. ഞാനിവിടെ ഈ മുറിച്ച് വെച്ചിട്ടുള്ള ഫ്രൂട്ട്സ് മുഴുവൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി നമുക്കിത് കസ്റ്റാർഡിൽ മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് ഡ്രൈ ഫ്രൂട്ട്സോ നട്ട്സോ ഒക്കെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ കുറച്ച് ഈത്തപ്പഴവും അതുപോലെ കറുത്ത മുന്തിരിയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് നട്ട്സും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇതൊന്ന് നന്നായിട്ട് ഒന്ന് യോജിപ്പിച്ചെടുത്തതിന് ശേഷം നമുക്ക് നല്ല തണുപ്പോട് കൂടി തന്നെ സെർവ് ചെയ്യാം. അപ്പോൾ എല്ലാവർക്കും ഈ ഒരു റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ താഴെ കമൻറ്റ് ചെയ്യുക. പിന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്യണേ. അപ്പോൾ ഇനി മറ്റൊരു നല്ല റെസിപ്പിയുമായിട്ട് വീണ്ടും വരാം. താങ്ക്